കിസാൻ വാണി, കിസാൻ വാണി, കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി. സമ്പത്തിന്റെ യഥാർത്ഥ മൂല്യം അത് എത്രമാത്രം ശേഖരിച്ചു എന്നതിലല്ല, എത്ര ജീവിതങ്ങൾക്ക് അത് ആശ്വാസമായി എന്നതിലാണ്. അധികാരത്തിന്റെ മഹത്വം എത്ര പേരെ ഭരിച്ചു എന്നതിലല്ല, എത്ര പേരെ ഉയർത്തി എന്നതിലാണ്. അറിവിന്റെ മഹത്വം എത്ര അറിയാം എന്നതിലല്ല, എത്ര പേർക്ക് വെളിച്ചമായി എന്നതിലാണ്. ഈ വാക്കുകളോടെ നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് പോയാലോ? കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ഒരു അഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: എന്താണ് ബയോചാർ? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ. വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് കൃഷിച്ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. കാർഷിക രംഗം ഇന്ന് മാറ്റത്തിന്റെ പാതയിലാണ്. വികസനോന്മുഖമായ ധാരാളം പരീക്ഷണങ്ങൾ ഈ രംഗത്ത് നടക്കുന്നുണ്ട്. സാങ്കേതിക സൗകര്യങ്ങൾ കൂടിയപ്പോൾ കൃഷി കൂടുതൽ അനായാസവും ഉൽപാദനക്ഷമവുമായി. കാർഷിക രംഗത്തെ സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഡ്രോണുകളുടെ വരവ്. വിളകളുടെ നിരീക്ഷണം, രോഗകീടബാധ കണ്ടെത്തൽ, വളപ്രയോഗം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഡ്രോണുകളുടെ കാർഷിക രംഗത്തെ സംഭാവനകളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇന്ന് കേൾക്കാം. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസ് ആണ് ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു തരുന്നത്. ഡോക്ടർ ബെറിൻ പത്രോസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്. ഡോക്ടർ ബെറിൻ, പരിപാടിയിലേക്ക് സ്വാഗതം. തുടക്കം ഇതിൻ്റെ ഒരു ചരിത്രത്തിൽ നിന്നായാലും. നാട്ടിൽ നമ്മളെ ഡ്രോണുകൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടോ? ഭൂരിഭാഗം ആൾക്കാരും നമ്മളുടെ ഫംഗ്ഷൻസിനൊക്കെ ഫോട്ടോ എടുക്കാനുള്ള ഡ്രോണുകളാണ്. അതും അത്ര പഴയതല്ല അല്ല. എന്നാലും 2018 നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലും ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫിയൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പേ തന്നെ ചൈനയിലൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ഒരു കമ്പനി വളരെ വ്യാപകമായ തോതിൽ ഇത്തരം ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടുള്ളതും അതുപോലെ തന്നെ നമ്മളുടെ സ്പ്രേയിങ് ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രോൺസ് അവിടെ വ്യാപകമായിട്ട്. നമ്മുടെ നാട്ടിൽ ഈ സ്പ്രേ ഡ്രോൺസിൻ്റെ ഉപയോഗം വ്യാപകമാകുന്നത് ഏതാണ്ട് 2021-22 കൂടിയാണ്. 2019 നമ്മളുടെ കാർഷിക സർവകലാശാല ആദ്യത്തെ ട്രയൽ നമ്മൾ തുടങ്ങിയിരുന്നു. 2019 നമ്മുടെ ഒരു സെപ്റ്റംബറോടുകൂടി നമ്മൾ ഫസ്റ്റ് ട്രയൽ നടത്തി. തൃശ്ശൂർ നമ്മുടെ വെള്ളാനിക്കരയിലെ കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിലായിരുന്നു നമ്മൾ ചെയ്തത്. അപ്പോഴത്തേക്ക് ഇവിടെ 1-2 ചെറിയ കമ്പനികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ ഡ്രോണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെയും കൂടി ഹെൽപ്പോടു കൂടിയാണ് നമ്മൾ ആ ട്രയൽ ചെയ്തത്. അതിനുശേഷം 2019 ഡിസംബറിൽ സംസ്ഥാന തലത്തിൽ ഡ്രോണുകളുടെ ഉപയോഗം ഉദ്ഘാടനം നിർവഹിക്കേണ്ടായി. ആദ്യത്തെ വർഷം തൃശ്ശൂർ കോൾ നിലങ്ങളിലാണ് കർഷകരുടെ ഇടയിൽ പരിചയപ്പെടുത്തിയത്.
പക്ഷെ അപ്പോഴത്തേക്ക് 2020 മാർച്ചോടുകൂടി കോവിഡിൻ്റെ ഇത് വന്നു. പക്ഷെ അപ്പോഴും നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പറക്കുന്ന എന്ത് സാധനവും ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ്റെ അണ്ടറിലാണ് വരിക. വിമാനം പറത്തുന്നതായാലും ഈ ചെറിയ ഡ്രോൺ പറത്തുന്നതാണെങ്കിലും എല്ലാം DGCAയുടെ അണ്ടറിലായിരുന്നു. അപ്പോൾ പറക്കണമെങ്കിൽ DGCAയുടെ പെർമിഷൻ വേണമായിരുന്നു. അതിൽ തന്നെ വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏതാണ്ട് 98% റെഡ് സോൺ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് പെടുന്നത്. റെഡ് സോൺ എന്ന് പറയുന്നത് സാധാരണക്കാരന് വിമാനങ്ങൾക്കല്ലാതെ DGCAയുടെ പെർമിഷൻ ഇല്ലാതെ ഒരു സാധനം പോലും അവിടെ പറത്താൻ പറ്റില്ല എന്ന് പറയുന്ന സോണാണ്. ഇപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വിമാനത്താവളങ്ങളോട് ചേർന്ന് കിടക്കുന്നത് ഷിപ്പ്യാർഡ്, പോർട്സ്, സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ്, ആർമിയുടെ, നേവിയുടെ ഒക്കെ ആ ഏരിയാസിനോട് ചേർന്നുള്ളതെല്ലാം ഇപ്പോഴും റെഡ് സോണാണ്. പക്ഷേ 2021 സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു പോളിസിയിൽ ചേഞ്ച് വരും. അങ്ങനെ ചേഞ്ച് വന്നതോടുകൂടി ഈ റെഡ് സോൺ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ഏരിയയും ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഒഴിച്ചുള്ളതെല്ലാം തന്നെ ഗ്രീൻ സോണായി. വൈറ്റൽ സെക്യൂരിറ്റി ഇൻസ്റ്റലേഷൻസ് ഉള്ള ഭാഗങ്ങൾ മാത്രം റെഡ് സോൺ. ഇപ്പം നമ്മൾ എറണാകുളം ജില്ല നോക്കുകയാണെങ്കിൽ എറണാകുളം ജില്ലയുടെ ഒരു നല്ല പങ്ക് റെഡ് സോണാണ്. കാരണം നെടുമ്പാശ്ശേരി എയർപോർട്ട് കിടക്കുന്നു, അതിൻ്റെ തൊട്ടപ്പുറത്ത് NAD ആലുവയോട് ചേർന്ന് നേവൽ ആർമമെൻറ്റ് ഡിപ്പോർട്ട് ഉണ്ട്, അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ഉണ്ട്, നേവി ഉണ്ട്. അപ്പോൾ ഇത് എത്രയും വരുമ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് റെഡ് സോണായിട്ട് വരും. അതേസമയം എറണാകുളത്തിൻ്റെ കിഴക്കൻ മേഖലയിലേക്ക് പോകുന്തോറും മൂവാറ്റുപുഴ, കോതമംഗലം, പെരുമ്പാവൂർ ആ ഭാഗം ഗ്രീൻ സോണാണ്. അപ്പോൾ ഈ റെഡ് സോണിൽ മാത്രം നമുക്ക് ഡ്രോൺ ഫ്ലൈറ്റ് റെസ്ട്രിക്റ്റഡ് ആവുകയും ബാക്കി ഏരിയയിൽ പെർമിറ്റഡ് ആവുന്നു. അപ്പോൾ അത് റിവേഴ്സലായി ഒരു റെഗുലേറ്ററി മെക്കാനിസം വന്നു. 2022 കൂടിയാണ് ഈ ഡ്രോണിൻ്റെ ഒരു എക്കണോമി അങ്ങ് ബൂമാവുന്നത്. അപ്പോഴത്തേക്കും സെൻട്രൽ ഗവൺമെൻറ് അതിനൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോക്കോളൊക്കെ അതിൽ വളങ്ങളും കീടനാശിനികളും എങ്ങനെയൊക്കെ തളിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു SOP ഒക്കെ 2022 വന്നു. 2023 കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും തന്നെ ഉപയോഗിച്ചിട്ട് വരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തൽസ്ഥിതി ഇപ്പോൾ എന്തുവാണ്? ഇപ്പോൾ ഒരുവിധപ്പെട്ട കർഷകർക്കെല്ലാം ഡ്രോൺ വെച്ച് കൃഷിയുള്ള മേഖലയിലെല്ലാം തന്നെ ഇതിൻ്റെ പ്രദർശനങ്ങളും മറ്റും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പല മേഖലകളിൽ ഇപ്പോൾ കർഷകരും കർഷക കൂട്ടായ്മകളും ഡ്രോണുകൾ മേടിക്കുന്നുണ്ട്. അതിന് സർക്കാരിൻ്റെ സ്കീമുണ്ട്. അപ്പോൾ ഈ ഡ്രോണിനെ പറ്റി ഇപ്പം സാർ പറഞ്ഞ കർഷകരെല്ലാം സുപരിചിതരാണ് ഇതിൽ. എന്നാലും ഒരു സാധാരണ ഒരു ആൾ കേൾക്കുമ്പോൾ ഇതൊരു സൊഫിസ്റ്റിക്കേറ്റഡ് ഒരു എന്തായാലും പറക്കുന്ന സാധനമാണ്, ഒരു സാധാരണ കർഷകന് അതെങ്ങനെയാണ് ഉപയോഗപ്പെടുന്നതെന്നൊരു കാര്യം മനസ്സിലൊരു സംശയം വരാനുണ്ട്. അതൊരു സൊഫിസ്റ്റിക്കേറ്റഡ് സാധനം തന്നെയാണ്. ഏതൊരാൾക്കും നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒരു ഫോട്ടോഗ്രാഫർ 2 ജോയ്സ്റ്റിക്കയിൽ പറത്തുന്ന കാണുമ്പോൾ നമുക്കിത് തോന്നും ഭയങ്കര എളുപ്പമുള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മുടെ ക്യാമറ ഉള്ള ഡ്രോൺസ് 250 ഗ്രാമിൽ താഴെയുള്ള മൈക്രോ അല്ലെങ്കിൽ നാനോ ഡ്രോൺസ് ആണ് വരുന്നത്. സ്പ്രേന് ഉപയോഗിക്കുന്ന മീഡിയം കാറ്റഗറി ഒക്കെ വരുന്നത് ഏതാണ്ട് 25 കിലോ, ചിലത് 50 കിലോ വരെ വരുന്ന ഡ്രോണുകളാണ്. അത് വെള്ളവുമായിട്ട് പറത്തുന്നതാണ്. അപ്പോൾ നല്ല വെയിറ്റ് ഉണ്ട്. അതിനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കൺട്രോൾ ചെയ്യണം, ഉദ്ദേശിച്ച സ്ഥലത്ത് സ്പ്രേ ചെയ്യിക്കണം. അതിന് ലൈസൻസിങ് അത്യാവശ്യമാണ്. ലൈസൻസ് ഉള്ളവർ മാത്രമേ പറത്താൻ പാടുള്ളൂ. അതൊരു സ്കിൽഡ് അപ്രോച്ചാണ്. അല്ലാതെ ഏതൊരാൾക്കും പഠിക്കാൻ പറ്റില്ല എന്നല്ല പറയുന്നത്. ഇപ്പോൾ ലൈസൻസ് ഉള്ള ഒരാൾ വണ്ടി ഓടിക്കുന്നതും ലൈസൻസ് ഇല്ലാത്ത ഒരാൾ വണ്ടി ഓടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഇതിൽ രണ്ടിലുണ്ട്. ലൈസൻസിങ്ങിന് ഇപ്പോൾ കേരളത്തിൽ കാസർഗോഡ് സർക്കാരിൻ്റെ ഇതിൽ തന്നെ അസാപ്പിൻ്റെ കീഴിൽ ഒരു ഇതുണ്ട്. കാർഷിക സർവകലാശാല ഈ അടുത്ത് തന്നെ തുടങ്ങാൻ പോവാണ്. വേറെയും പല ഏജൻസികളും കേരളത്തിൻ്റെ പല ഭാഗത്തും ലൈസൻസിങ്ങിനുള്ള അത് എന്ന് പറഞ്ഞാൽ 5 ദിവസത്തെ പ്രക്രിയയാണ്. 2 ദിവസം തിയറിയും 3 ദിവസം പ്രാക്ടിക്കലും ഒക്കെ ആയിട്ടുള്ള. അതും DGCA അപ്രൂവലോട് കൂടി മാത്രമേ ആർക്കും തുടങ്ങാൻ പറ്റില്ല. അതിലേക്ക് വരാം സാർ. സാർ ഇപ്പം പറഞ്ഞില്ലേ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഡ്രോൺസ് ഉണ്ട്. ഫോട്ടോഗ്രാഫിയൊക്കെ നാനോ ഡ്രോൺസ് കാറ്റഗറിയിൽ വരും. അപ്പോൾ ഇതിനെ ഒന്ന് വിശദീകരിക്കാമോ? അതായത് 250 ഗ്രാമിൽ തൊട്ട് താഴെയുള്ളത് അത് നമുക്ക് അഗ്രികൾച്ചറിൽ വരുന്നില്ല. 1 കിലോ വരെയുള്ളത് അടുത്തത് മൈക്രോ. പിന്നെ സ്മോൾ അല്ലെങ്കിൽ മീഡിയം എന്ന് പറയുന്നു 25 കിലോ വരെയുള്ളതും ഒരു കാറ്റഗറി ഉണ്ട്. 25 തൊട്ട് 50 കിലോ വരെയുള്ളത് അടുത്ത കാറ്റഗറി. ഇത് രണ്ടും നമ്മൾ കാർഷികം ഇതിൽ യൂസ് ചെയ്യും. 50-ന് മുകളിലുള്ളത് അത് പലതും ഇപ്പം അഗ്രികൾച്ചറിൽ മാത്രമല്ല ഡിഫൻസിൽ ഒത്തിരി അധികം അവിടെയൊക്കെ ഇത്തരം വലിയ ഡ്രോൺസുകൾ കുറേ അധികം. പക്ഷേ ഈ അഗ്രികൾച്ചർ ഡ്രോൺസിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ 25 കിലോ വരെ ഉള്ള കാറ്റഗറി. കാരണം 25 തൊട്ട് 50 വരെ ഉള്ള കാറ്റഗറിയിലേക്ക് പോകുന്തോറും ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എടുക്കാവുന്ന എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ലിഫ്റ്റ് ചെയ്യാവുന്ന വെള്ളത്തിൻ്റെ അളവ് നമുക്ക് കൂട്ടാൻ പറ്റും. അതായത് 15 ലിറ്റർ മേ ബി 20-25 ലിറ്റർ വരെ നമുക്ക് കൂട്ടാം. പക്ഷേ ബാറ്ററി അതിനനുസരിച്ച് കൂടുതൽ കപ്പാസിറ്റി ഉള്ളത് വേണം, ചിലവ് കൂടും, ഫ്ലൈറ്റ് ടൈം കുറച്ച് കുറയും. ഭൂരിഭാഗം
ഭൂരിഭാഗം ഇന്ത്യയിലുള്ള സ്പ്രേ ഡ്രോൺസ് 1 to 25 25 കിലോ വരെ ഉള്ളതാണ്. 25 കിലോ എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൃത്യം 25 കൊണ്ടുവന്ന് നിർത്തും. 25 കിലോ എന്ന് പറയുന്നത് 15 കിലോ ഡ്രോണിന്റെ വെയിറ്റും 10 കിലോ നമ്മളുടെ ഈ ലിക്വിഡ് സ്പ്രേ ഫ്ലൂയിഡിന്റെ വെയിറ്റ്, ഓളപ്പ് വെയിറ്റ് എന്നാണ് അതിന് പറയുന്നത്. അപ്പൊ അത് 25 kg ആയിരിക്കണം. അത് ടോട്ടൽ വെയിറ്റ് ഒരു 25 kg. അപ്പൊ ഇതിൽ ഇപ്പം സ്പ്രേ ചെയ്യാൻ വേണ്ടിയാണ് ഡ്രോൺസ് ഉപയോഗിക്കുന്നത്. കീടനാശിനികളും സ്പ്രേ ചെയ്യാറുണ്ട്, പോഷകമൂലകങ്ങളും സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ലാഭം എന്തൊക്കെയാണ് ഒരു കർഷകൻ അല്ലെങ്കിൽ ഒരു കൃഷിക്ക് വേണ്ടി ഇതിൽ എങ്ങനെ ഇത് ഉപയോഗപ്പെടുന്നത്? ഇതിൽ കേന്ദ്ര സർക്കാർ 2021-22 കാലഘട്ടത്തിൽ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രോട്ടോകോൾ ഇറക്കിയെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരു ഭാഗം വളങ്ങൾ സ്പ്രേ ചെയ്യുന്നത്, മറ്റൊരു ഭാഗം കീടനാശിനികളും. അപ്പോൾ കീടനാശിനികളുടെ കാര്യത്തിൽ ഒരു ചെറിയ ക്ലാരിഫിക്കേഷൻ വേണ്ടതുകൊണ്ടാണ്. ഈ കീടനാശിനികളുടെ കാര്യത്തിൽ പക്ഷേ ആ ഒരു SOPയിൽ വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഒരു ഗൈഡ് ലൈൻ പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ജലാശയങ്ങളിൽ നിന്ന്, വാട്ടർ ബോഡീസ് എന്നാണ് ആ വാക്ക് ഇംഗ്ലീഷിൽ. വാട്ടർ ബോഡി എന്ന് പറയുമ്പോൾ തോടുകളും കനാലുകളും എല്ലാം വാട്ടർ ബോഡിയാണ്. അതിൽ നിന്ന് 100 മീറ്റർ മാറിയേ കീടനാശിനികൾ സ്പ്രേ ചെയ്യാൻ തളിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാസവളങ്ങൾ സ്പ്രേ ചെയ്യാൻ ഈ റെസ്ട്രിക്ഷൻ ഇല്ല. ജൈവ കീടനാശിനികളുടെ ഇതിലോ ഒന്നിലും ഇല്ല. ഡ്രോണുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റെഗുലേഷൻ പ്രകാരം ഡ്രോൺ നമ്മളുടെ കൺമുമ്പിൽ നിൽക്കണം. അതിന് നമ്മൾ വിഷ്വൽ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ VLOS എന്ന് പറയും. അപ്പോൾ നമ്മളുടെ വലിയ മരങ്ങൾ, ഇപ്പോൾ റബ്ബറായിക്കോട്ടെ തെങ്ങായിക്കോട്ടെ, അത്തരം വൃക്ഷ വിളകളുടെ ഇതിൽ നമുക്ക് ഉപയോഗത്തിന് കുറച്ച് പരിമിതിയുണ്ട്. കാരണം ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമുക്ക് കാണാം. അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു കുന്നിൻ്റെ ചെരുവിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക്, ചെരുവിലുള്ള റബ്ബർ എസ്റ്റേറ്റ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് വെച്ചാൽ നമുക്ക് താഴത്തേക്ക് അല്ല കാണത്തക്ക രീതിയിൽ സ്പ്രേ ചെയ്യാൻ പറ്റണം. ഡ്രോൺ എപ്പോഴും ഓപ്പറേറ്ററുടെ കൺമുമ്പിൽ വേണം എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ ഉപയോഗിക്കാവുന്ന വിളകൾക്ക് ഒരു ചെറിയ പരിമിതിയുണ്ട്. നെല്ല് അതിലൊന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. രണ്ടാമത്തേത് പൈനാപ്പിൾ പോലെയുള്ള വിളകൾ നമുക്ക് ഉപയോഗിക്കാം. ഇഞ്ചി, മഞ്ഞൾ, വാഴ ഒരു പരിധി വരെ ആ ഹൈറ്റ് എത്തുന്നതിന് മുമ്പ് വരെയൊക്കെ നമുക്ക്. അപ്പോൾ ഇത്തരം വിളകളിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാം. ഇവിടെ തന്നെ നമ്മൾ നെല്ലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെല്ല് പാടങ്ങളിൽ ഭൂരിഭാഗവും തോടുകളും കനാലുകളും. അപ്പോൾ അവിടെ നമുക്ക് രാസകീടനാശിനികളുടെ ഉപയോഗത്തിനൊരു പരിമിതിയുണ്ട്. അവിടെ നമ്മൾ വെള്ളത്തിൽ കലക്കി തളിക്കാവുന്ന രാസവളങ്ങളും അതുപോലെ തന്നെ ജൈവ കീടനാശിനികളും കുമിൾനാശിനികളുമാണ് അല്ലെങ്കിൽ സൂക്ഷ്മമൂലക കൂട്ടുകളും ഒക്കെയാണ് പ്രധാനമായിട്ട് ശുപാർശ ചെയ്യുന്നത്. കേരളത്തിൻ്റെ പല ഭാഗത്തും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിച്ചെലവ് വരുന്ന ഒരു കാര്യം സ്പ്രേയിങ് ആണ്. കീടനാശിനി തളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ എന്ത് തളിക്കുന്ന പ്രക്രിയയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ തന്നെ ഏറ്റവും ചിലവുള്ളത്, ഞാൻ അതിൻ്റെ ഒരു കണക്ക് ഒരു ഡ്രോണിൻ്റെ എക്കണോമിക്സ് ഒന്ന് വർക്കൗട്ട് ചെയ്യാൻ എടുത്തപ്പോൾ കുട്ടനാട് മേഖലയിലാണ് അത് ഏറ്റവും കൂടുതൽ ചിലവ് വരുന്നത്. 1 ഏക്കർ സ്പ്രേ ചെയ്യാൻ അവർക്ക് ഏതാണ്ട് 1000 രൂപയുടെ അടുത്ത് വരെ ചിലവ് വരും. അതേസമയം പാലക്കാട് പോയി കഴിഞ്ഞാൽ അതൊരു 400 രൂപയിൽ നിൽക്കുകയും ചെയ്യും. ലേബർ കോസ്റ്റിന്റെ വ്യത്യാസമാണ്. തൃശ്ശൂർ വരികയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും 700-800 ഇടയിൽ നിൽക്കും. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കോസ്റ്റ് സേവിങ്സ് ആദ്യത്തത്. ഒരു 10 ഏക്കറിന് മുകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ 500 രൂപയ്ക്കൊക്കെ അവർ സ്പ്രേ ചെയ്ത് വരും. അപ്പോൾ അത് ചിലപ്പോൾ പാലക്കാട് എക്കണോമിക്കലായിരിക്കണമെന്നില്ല. അതേസമയം തൃശ്ശൂർ, പൊന്നാനി, കോൾനിലങ്ങളിലും കുട്ടനാട്ടിലും എക്കണോമിക്കലാകും. അതിനേക്കാൾ ഏറെ മെച്ചമായിട്ട് വരുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഏതാണ്ട് 30 ഏക്കർ കവർ ചെയ്ത് തീരും. സമയം വളരെ കുറച്ച് മതി. ഒരാൾ എങ്ങനെ നോക്കിയാലും 3 തൊട്ട് 4 ഏക്കറിൽ കൂടുതൽ ഒരു ഹ്യൂമൻ ലേബർ കവർ ചെയ്ത് തീരില്ല. 4 ഏക്കർ തന്നെ പ്രയാസമാണ്. കാരണം സ്പ്രേ ചെയ്യുന്ന ആൾ ഒരിക്കലും ഒരു 3 മണിക്കൂറിൽ കൂടുതൽ 4 മണിക്കൂറിൽ കൂടുതലൊന്നും സ്പ്രേ ചെയ്യില്ല. കാരണം അത് കുറച്ച് സ്ട്രെയിനസ് ആണ്. പിന്നെ സ്പ്രേ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ ഒത്തിരി സമയം സ്പ്രേ ചെയ്യാൻ പറയുന്ന അങ്ങനെ ഒരു ഓപ്പറേഷൻ അല്ല. അതിനൊരു ബ്രേക്ക് വേണം എന്ന് നിർബന്ധം പറയുന്നു. ഡ്രോൺ നമുക്കുണ്ടെങ്കിൽ അതിന് മെയിൻ്റെനൻസ് ഒക്കെ വേണം. അതിനുള്ള പരിശീലനമൊക്കെ നിങ്ങൾ കൊടുക്കാറുണ്ട്? ഇതിൽ റോഡിലേക്കൂടെ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെയാണ്. തട്ടലും മുട്ടലും ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ എത്ര ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാലും ഈ പ്രൊപ്പല്ലറിൻ്റെ ഒരു അറ്റം എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്രോൺ ക്രാഷ് ചെയ്യും. അത് നമ്മളുടെ കയ്യിൽ നിർത്തുക എന്നുള്ളതാണ് നമ്മളുടെ സ്കില്ല്. ഇപ്പം മെയിൻലി നമുക്കതിൽ വരുന്ന ഡാമേജ് വരുന്നത് പ്രൊപ്പല്ലറോ അതിൻ്റെ ആമിനോ പറ്റുന്ന ഡാമേജാണ്. പൊതുവെ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രൊപ്പല്ലറോ ആമോ ഒക്കെ എക്സ്ട്രാ കാണും. കാരണം അത് റീപ്ലേസ് ചെയ്യാൻ
അവർ കാരണം പ്രൊപ്പല്ലർ ഫൈബറാണ്. പല മെറ്റീരിയലുണ്ട് പല കമ്പനികൾക്കും. പ്ലാസ്റ്റിക് പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ, അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കാര്യം ഇതിലൊരു ഒബ്സ്റ്റക്കിൾ അവോയ്ഡൻസ് ഒക്കെ ഉണ്ട്, ആൻറ്റി കൊളിഷൻ ഇതൊക്കെ ഉണ്ട്. ഇപ്പോൾ വണ്ടികളിലെ അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ്. ആ ആൻറ്റി കൊളിഷൻ ഇത് നമ്മൾ ഓൺ ചെയ്തിട്ടാണ് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് എങ്കിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും തടസ്സം ഫീൽ ചെയ്യുകയാണെങ്കിൽ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ പക്ഷേ ഇതിലെന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ പാടത്തിൻ്റെ അരികാണെന്നുണ്ടെങ്കിൽ സൈഡിൽ നിന്നൊരു കൊമ്പൊക്കെ നീണ്ടു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കി ഭാഗം ഓട്ടോമേറ്റഡ്, ഇത് 2 മോഡിലും നമുക്ക് ഫ്ലൈ ചെയ്യാം. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ കണ്ടം മൊത്തമായിട്ട് GPS മാപ്പ് ചെയ്തിട്ട് നമ്മൾ ഓട്ടോമേറ്റഡ് ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഈ ഏരിയ ഫുൾ അവൻ കവർ ചെയ്ത് പോരും. അപ്പോൾ സാറിന് 10 ലിറ്ററാണ്, അപ്പോൾ 10 ലിറ്റർ തീർന്നു കഴിഞ്ഞാൽ തിരിച്ചു വരും. നമ്മൾ വീണ്ടും നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയാണോ തീർന്നത് അവിടെ തൊട്ട് ബാക്കി കവർ ചെയ്ത് പോരും. അപ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈഡിലുള്ള ഭാഗം കൊമ്പ് നിൽക്കുന്നത് നമുക്ക് ഓട്ടോമേറ്റഡിൽ പറ്റില്ല. അത് നമ്മൾ മാനുവൽ ചെയ്യേണ്ടത്. നമ്മൾ ഒരു വരമ്പിൽ നിന്ന് എത്ര നമ്മൾ ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഒരു സൈഡിലെങ്ങാനും ഒരു ഇലയുടെ മുകളിൽ തട്ടിയാലും ഇതിൻ്റെ ബാലൻസ് പോകും. ചിലപ്പോൾ ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെ സ്റ്റേ ഒക്കെ കാണും. ഈ സ്റ്റേ ഓപ്പറേറ്ററുടെ കണ്ണിൽ കൃത്യമായിട്ട് പെടണം എന്നൊന്നുമില്ല, അതിൽ തട്ടാം. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇതിനെ നമ്മളൊരു സ്കിൽഡ് ഓപ്പറേറ്റർ ഇതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ള വലിയ ഡാമേജ് ഇല്ലാതെ. അങ്ങനെ വലിയ ക്രാഷ് ലാൻഡിങ് ഒന്നും എൻ്റെ ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. ഒത്തിരി ഡാമേജ് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെ ഒന്ന് ഫുള്ള് എല്ലാ ആമും ലെവലായിരിക്കണം, എല്ലാം അങ്ങനെ വരുമ്പോൾ നമ്മൾ ടെക്നീഷ്യൻസിനെ വിളിക്കേണ്ടി വരും. ഇപ്പോൾ കേരളത്തിൽ തന്നെ മേജർ കമ്പനീസിനെല്ലാം അവർക്ക് കേരള ബേസ്ഡ് സർവീസ് എഞ്ചിനീയേഴ്സും അവർക്ക് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. അപ്പോൾ സാർ, ഇതിൻ്റെ ഒരു സാധ്യതകൾ മുന്നിൽ എങ്ങനെയാണ് കാണുന്നത്? നമുക്ക് ഏറ്റവും വലിയൊരു ചലഞ്ച് ഇപ്പോൾ ഉള്ളത് ലേബർ തന്നെയാണ്. ലേബർ കോസ്റ്റ് കൂടി വരുന്നു. നമ്മളുടെ ലേബർ അവൈലബിലിറ്റി കുറഞ്ഞു വരും. ഇപ്പോഴത്തെ കോസ്റ്റ് എന്ന് പറയുന്നത് റഫ്ലി ഒരു ഡ്രോൺ നമുക്ക് ഓൺ ചെയ്യണമെങ്കിൽ ഒരാൾക്ക് ഏതാണ്ട് 10 ലക്ഷം രൂപയോളം എക്സ്പെൻസ് ഉണ്ട്. 2 കൊല്ലത്തിനുള്ളിൽ അതൊരു 5 to 6 lakhs വരും. ഓൾറെഡി നമ്മളുടെ കേരളത്തിലെ സ്റ്റാർട്ടപ്പ് ഓൾമോസ്റ്റ് 6 lakhs വിൽക്കുന്നത്. അതിൻ്റെ പല ഓപ്ഷൻസ് ഉണ്ട്, അപ് ടു 8 lakhs വരെ പോകാം, ബാറ്ററിയുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചൊക്കെ. അത് പക്ഷേ ഇൻഡിജിനൈസ് ചെയ്ത് വരും തോറും 5 ലക്ഷം 4 ലക്ഷം കൂടുന്തോറും ഇതൊക്കെ താഴത്തേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഒരു മേജർ കൾട്ടിവേറ്റിംഗ് ട്രാക്സിലെല്ലാം ഏതെങ്കിലും കുറച്ച് പേര് ഇത് ഓപ്പറേറ്റ് ചെയ്യും. ഞാൻ നോർത്ത് ഇന്ത്യയിലെ ചില കമ്പനിക്കാർ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും, ചെറിയ സ്കൂട്ടറിൻ്റെ അല്ലെങ്കിൽ ബൈക്കിൻ്റെ പുറയിൽ പലഹാരങ്ങൾ കൊണ്ടുപോകുന്ന വലിയ പെട്ടികൾ അതുപോലത്തെ പെട്ടി ഫിറ്റ് ചെയ്ത് ആ പെട്ടിക്കകത്ത് ഡ്രോണിൻ്റെ ആക്സസറീസുമായിട്ട് നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങളിൽ പോയി സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന ഡ്രോൺ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഡോക്ടർ ബെറിൻ പത്രോസ്, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് കൃഷിയിൽ ഡ്രോൺ സാധ്യതകൾ എന്തൊക്കെയുണ്ട്, ഇപ്പം തൽസ്ഥിതി എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് വളരെ നന്ദി. താങ്ക് യു. കൃഷിയിൽ ഡ്രോൺ ഉപയോഗത്തിന്റെ സാധ്യതകൾ. കേരള കാർഷിക സർവകലാശാലയിലെ പ്രൊഫസറും ഡയറക്ടറുമായ ഡോക്ടർ ബെറിൻ പത്രോസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു. പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു. പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം. എങ്ങനെ? പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ. ഇനി കമ്പോള വില നിലവാരം. ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം കൊപ്രയ്ക്ക് 16,400 മുതൽ 21,900 രൂപ വരെയും, നാളികേരം തൊണ്ടോട് കൂടിയത് 1000 എണ്ണത്തിന് 24,000 മുതൽ 27,000 രൂപ വരെയും വിലയുണ്ട്. തൊണ്ടില്ലാത്ത നാളികേരത്തിന് 25,000 മുതൽ 33,500 രൂപ വരെ വില രേഖപ്പെടുത്തി. കുരുമുളക് ക്വിന്റലിന് 65,000 മുതൽ 70,900 രൂപ വരെയും, ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടിപ്പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും, അടയ്ക്കയ്ക്ക് 1000 എണ്ണത്തിന്
5000 മുതൽ 6300 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ക്വിന്റലിന് 23,000 മുതൽ 27,000 രൂപ വരെയാണ് വില. മഞ്ഞളിന് 17,000 മുതൽ 23,000 രൂപ വരെയും പൈനാപ്പിളിന് 5,500 മുതൽ 6,000 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പയ്ക്ക് 2,300 മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് ബുള്ളറ്റിൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. കേരള കാർഷിക സർവകലാശാല കർഷകർക്കായി ചില കാർഷിക നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ശ്രദ്ധിക്കാം. മഴക്കാലത്ത് നെല്ലിൽ ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിൽ പടരാതെ നിയന്ത്രിക്കാൻ 20 ഗ്രാം പച്ചച്ചാണകം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തെളിയെടുത്തതും 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതും ചേർത്ത് തളിക്കാവുന്നതാണ്. നിലവിൽ പലയിടങ്ങളിലും ആഫ്രിക്കൻ ഒച്ചുകളുടെ ശല്യം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ അവയെ നിയന്ത്രിക്കുന്നതിനായി പലയിടങ്ങളിലായി നനഞ്ഞ ചണച്ചാക്കുകളിട്ട് അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒച്ചുകളെ കൂട്ടത്തോടെ ശേഖരിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് കൊന്നുകളയണം. കാബേജ്, കോളിഫ്ലവർ, പപ്പായ, വാഴ, മുരിങ്ങ എന്നിവയുടെ ഇലകൾ നേരിട്ടോ ഒരു ദിവസം വെച്ച് പുളിപ്പിച്ച ശേഷമോ നനഞ്ഞ ചാക്കിൽ കെട്ടി വയലിലെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് ഒച്ചുകളെ ആകർഷിക്കാവുന്നതാണ്. കെണികൾ ദിവസേന പരിശോധിച്ച് ശേഖരിക്കുന്ന ഒച്ചുകളെ ഉടൻ നശിപ്പിക്കണം. 500 ഗ്രാം ഗോതമ്പ് പൊടി, 200 ഗ്രാം ശർക്കര, 20 ഗ്രാം ഈസ്റ്റ് എന്നിവയോടൊപ്പം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിലാക്കിയോ അല്ലെങ്കിൽ ഒരു ദിവസം പുളിപ്പിച്ച പൈനാപ്പിൾ, പഴം, പപ്പായ എന്നിവയുടെ അവശിഷ്ടങ്ങൾ ശർക്കരയും ഈസ്റ്റും ചേർത്തോ ആകർഷണ കെണി തയ്യാറാക്കാം. ഇത് മണ്ണിൽ ഏകദേശം 1 അടി ആഴമുള്ള ചെറിയ കുഴികളിലോ നനഞ്ഞ ചാക്കുകളിലോ വെച്ച് കുഞ്ഞൊച്ചുകളെയും മുതിർന്ന ഒച്ചുകളെയും ആകർഷിക്കാം. വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്. കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ. ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: എന്താണ് ബയോചാർ? ഉത്തരം: തേങ്ങയുടെ തൊണ്ട്, ചിരട്ട, വൃക്ഷങ്ങളുടെ ഉണങ്ങിയ കൊമ്പുകൾ, മുള തുടങ്ങിയ സസ്യാവശിഷ്ടങ്ങൾ ഓക്സിജന്റെ അളവ് വളരെ കുറച്ച് ചൂടാക്കി ഉണ്ടാക്കുന്ന കറുത്ത സുഷിരങ്ങളുള്ള കാർബൺ സമ്പുഷ്ടമായ വസ്തുവാണ് ബയോചാർ. ബയോചാറിന്റെ പ്രത്യേകതകളെക്കുറിച്ചും തയ്യാറാക്കുന്ന വിധവും കൂടി കേട്ടാലോ? ഇത് സാധാരണ കൽക്കരിയോ വിറക് കരിയോ പോലെയാണെന്ന് തോന്നാം. എന്നാൽ ഇവ തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. വിറക് കരി പ്രധാനമായും ഇന്ധനമായി ഉപയോഗിക്കാനാണ് തയ്യാറാക്കുന്നത്. ബയോചാർ മണ്ണിൽ ചേർത്ത് മണ്ണിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനാണ് തയ്യാറാക്കുന്നത്. ഇനി ബയോചാർ എങ്ങനെ തയ്യാറാക്കാം എന്ന് കേൾക്കാം. ആദ്യം നല്ലതുപോലെ ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ സസ്യ അവശിഷ്ടങ്ങൾ തിരഞ്ഞെടുക്കുക. ഈ വസ്തുക്കൾ ഒരു ലോഹ ഡ്രമ്മിലോ ബയോചാർ തയ്യാറാക്കാൻ അനുയോജ്യമായ ചെറിയ ചൂളയിലോ ഇടാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓക്സിജന്റെ അളവ് കുറയ്ക്കുക എന്നതാണ്. സാധാരണ തീയിൽ വിറക് കത്തിച്ചാൽ അവസാനം ചാരമായി മാറും. എന്നാൽ ഓക്സിജൻ കുറച്ച് ചൂടാക്കിയാൽ പൂർണ്ണമായി കത്താതെ കാർബൺ സമ്പുഷ്ടമായ കറുത്ത വസ്തുവായി മാറും. ഈ പ്രക്രിയയാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. വസ്തുക്കൾ കറുത്തതായി കാർബണൈസ് ചെയ്ത് കഴിഞ്ഞാൽ തീ കൂടുതൽ കത്തുന്നത് തടയണം. അതിനായി ഡ്രം അടച്ചുവെച്ച് തണുപ്പിക്കുകയോ സുരക്ഷിതമായ രീതിയിൽ വെള്ളം ഉപയോഗിച്ച് തീ കെടുത്തുകയോ ചെയ്യാം. പൂർണ്ണമായി തണുത്തതിന് ശേഷം മാത്രമേ ബയോചാർ കൈകാര്യം ചെയ്യാവൂ. ശേഷം ഇത് ചെറിയ കഷ്ണങ്ങളാക്കി ഉപയോഗിക്കാം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ. കിസാൻ വാണി, കിസാൻ വാണി.
കിസാൻ വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. കിസാൻ വാണി.